ഹായ് ഡിയേഴ്സ്, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. രാവിലത്തെ നമ്മുടെ അടുക്കളയിൽ ഒരാൾ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവനാണ് ആള്. ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ. പിന്നെ കണ്ടപ്പോൾ ഓടിപ്പോയിട്ട് വേഗം അങ്ങനെ പിന്നെ ഞാൻ ആദ്യം തന്നെ നമ്മളെ ദോശയും സോയാബീനൊക്കെ ഉണ്ടാക്കിട്ടോ. പിന്നെ വേഗം പോയിട്ട് നമുക്ക് ഭക്ഷ്യദിനത്തിന് മക്കൾക്ക് ഒരു ചിത്രം വരച്ച് കളർ ചെയ്യാണ്ടായിരുന്നു. അപ്പോൾ ആ പരിപാടിക്ക് പോയിട്ടോ. അങ്ങനെ വലിയ വരക്കാരൊന്നുമല്ല, എന്നാലും മോശമില്ലാതെ കുഴപ്പമില്ലാത്ത രീതിയിൽ വരച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, എന്നെക്കൊണ്ട് പറ്റണ പോലെ. പിന്നെ അങ്ങനെ മക്കൾ അതൊക്കെ ഇട്ട് പോയി സ്കൂളിൽ. പിന്നെ ഞാൻ മുറ്റത്ത് പോയപ്പോൾ മുളകൊക്കെ ഉണ്ടായിരിക്കണോ നോക്കിയായിരുന്നു കേട്ടോ. മുളക് മരം വലുതാണെങ്കിലും അതിലിപ്പോൾ മഴ ആയ ശേഷം മുളകൊന്നും കായ്ക്കണില്ല. പൂവ് കൊഴിഞ്ഞ് പോവാമെന്ന് തോന്നുന്നുണ്ട്. പിന്നെ അങ്ങനെ വേഗം പോയിട്ട് പരിപ്പ് തീമിച്ചിരുന്നു. അപ്പോൾ ആ സമയം കൊണ്ട് തന്നെ ഞാൻ പോയിട്ട് ഡ്രസ്സ് വാഷ് ചെയ്തിരുന്നു കേട്ടോ. പിന്നെ അങ്ങനെ എനിക്ക് തേങ്ങ അരച്ച് പാരാൻ വേണ്ടിയിട്ട് തേങ്ങ ചിരകിയിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ ചിരകി വെച്ചു. അപ്പോഴത്തേന് പയറുപ്പേരി ഉണ്ടാക്കിട്ടോ. അങ്ങനെ നമ്മൾ പയർ റെഡിയായി വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ അങ്ങനെ കുളിയതിന് ശേഷം നമ്മൾ അംഗനവാടി പോകേണ്ട ഒരാവശ്യം ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പോയി വന്നപ്പോൾ ഞാൻ കുറച്ച് പത്തണിയും കറിവേപ്പിലയും ഞങ്ങളടുത്തുള്ള താത്താൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ അതൊക്കെ നട്ടു. അതിൽ കുറേ കളേഴ്സ് ഉണ്ട് കേട്ടോ. 10 മണി ഞാൻ ഒരു വീട്ടിൽ എപ്പോഴും വിരിഞ്ഞേക്കണ കാണാറുണ്ട്. അപ്പം ഞാൻ അങ്ങനെ ചോദിച്ചതേന്ന് അവരെ കണ്ടപ്പോൾ. അപ്പോൾ താത്ത എനിക്ക് കറിവേപ്പിൻ്റെ ഇലയും തന്നിരുന്നു. അങ്ങനെ 10 മണിയും തന്നു. കറിവേപ്പിൻ്റെ ഇല ഞാൻ ചോദിച്ചത് തന്നെയാണ് കേട്ടോ. അവിടെ കുറേ തവണ തൈകൾ കൊടുന്ന് വെച്ചിട്ടുണ്ടെങ്കിലും കറിവേപ്പ് പിടിച്ചിട്ടാൻ പണിയാണല്ലോ. പക്ഷേ 10 മണി അങ്ങനെ എന്തായാലും ഞാൻ സെറ്റ് ചെയ്തു കേട്ടോ. 2 പാത്രങ്ങളായിട്ട് നല്ലൊരു റോസ് കളറാണ് കേട്ടോ കാണുന്നത്. അങ്ങനെ നേരം വെളുത്ത് പിറ്റേ ദിവസത്തെ വ്യൂ ആണ് ഇട്ടത് വരുന്നത്. ഇതും പിന്നെ വെള്ള, പിന്നെ ഞാൻ മജന്ത കളർ, ഒരുപാട് കളർ ഇതിലുണ്ട്. വിരിയാത്തത് വിരിഞ്ഞാലേ നമുക്ക് അറിയാൻ കഴിയുള്ളൂ. പിന്നെ അങ്ങനെ ഞാൻ രാവിലെ നമ്മളെ അടുത്ത വീട്ടിൽ കറ്റാർവാഴ ഒരുപാടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിത് കണ്ടില്ലേ, കറിവേപ്പിൻ തൈയാണ് കേട്ടോ ഞാനിതിൽ വെച്ചിട്ടുള്ളതായിരുന്നു. നോമ്പിനായിട്ട് വെച്ചതാണ്. പക്ഷെ ഇതുവരെയൊക്കെ അതിനൊരു ഇമ്പ്രൂവ്മെൻ്റ് ഇല്ല കേട്ടോ. ആ തൈന് ഒരു മാറ്റമില്ല, അതേപോലെ തന്നെയാണ്. കൊടുന്ന സമയത്ത് 4 ഇലയെങ്കിലും ഉണ്ടായിരുന്നു. അപ്പോൾ അതും ഇല്ല, ഉണ്ടാവണില്ല. അപ്പോൾ ഞാനത് അത് പറിച്ച് ഒഴിവാക്കിയിട്ട് നമ്മളിതിൽ കറ്റാർവാഴ നട്ടു കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്. ലവ് യു ഓൾ.